ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ സംഭാരമാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് നല്ലൊരു ആശ്വാസമാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ സംഭാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കാന്താരിമുളക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാന്താരിമുളക് മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര അളവിലുള്ള ഒരു ചെറിയ പച്ചമുളകിൻ്റെ പീസായാലും മതി. എരിവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 കപ്പ് വെള്ളമാണ് നമ്മളിതിന് എടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ പിന്നെ ഇത് അടിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി വളരെ നന്നായിട്ട് ജ്യൂസി ആകരുത്. ഒരു 5-10 സെക്കൻഡ് മാത്രം നമുക്കിതൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ പച്ചമാങ്ങ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചതിന് ശേഷം നമ്മളൊരു കുറച്ച് സമയം നമ്മളതൊന്ന് മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചായിരുന്നേ. എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ഒന്ന് അരിച്ചെടുക്കാം. എന്താ മാങ്ങയുടെ പീസസുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അത് വല്ലാതെ അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അടിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കാൻ പാകത്തിന് അടിക്കാം. അപ്പം നമ്മുടെ സംഭാരം നമ്മളിത് അരിച്ചൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.